ലോകകപ്പിൽ കളി നിർത്തിയ ഓരോ ഹൈഡ്രേഷൻ ബ്രേക്കിലും കൊക്കക്കോളയുടെ ഖജനാവിലേക്ക് ഒഴുകിയെത്തിയത് കോടികൾ. ആരാധകരുടെ വിമർശനത്തിന് പിന്നാലെ കമ്പനിയുടെ വെളിപ്പെടുത്തൽ സമൂഹമാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുകയാണ്. മത്സരത്തിന്റെ താളം തെറ്റിക്കുന്നുവെന്ന് ആരാധകർ വിമർശിച്ചു. കളിയുടെ ഒഴുക്ക് നഷ്ടമാകുന്നുവെന്ന് മുൻ താരങ്ങളും ചൂണ്ടിക്കാട്ടി. പക്ഷേ ഹൈഡ്രേഷൻ ബ്രേക്കുകൾ ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ ആഘോഷിച്ചത് ഫുട്ബോൾ ആരാധകരല്ല, ലോകകപ്പിന്റെ പ്രധാന സ്പോൺസറായ കൊക്കക്കോളയാണ്. 90 മിനിറ്റിന്റെ പോരാട്ടം ഇടയ്ക്ക് നിർത്തിയ ഓരോ ഹൈഡ്രേഷൻ ബ്രേക്കും താരങ്ങൾക്ക് വെള്ളം കുടിക്കാനുള്ള സമയം മാത്രമായിരുന്നില്ല, സ്പോൺസർമാർക്ക് അധിക പരസ്യ സമയവും വൻ വരുമാനവും നേടിക്കൊടുത്ത അവസരവുമായിരുന്നു. 4 ഭാഗങ്ങളായി മാറിയ മത്സരങ്ങൾ ബ്രോഡ്കാസ്റ്റർമാർക്കും സ്പോൺസർമാർക്കും നേട്ടമായി. ഹൈഡ്രേഷൻ ബ്രേക്കുകൾ കമ്പനിയുടെ പവർ എയ്ഡ് സ്പോർട്സ് ഡ്രിങ്കിന്റെ വിൽപ്പന കുത്തനെ ഉയർത്തിയെന്ന് കൊക്കക്കോളയുടെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ ജോൺ മർഫി വെളിപ്പെടുത്തി. ഇതിന്റെ പ്രതിഫലനം കമ്പനിയുടെ കണക്കുകളിലും പ്രകടമായി. രണ്ടാം പാദ വരുമാനം $13.37 ബില്യൺ വിപണി പ്രതീക്ഷിച്ചതിനേക്കാൾ $210 മില്യൺ അധികം. ഓഹരി വിലയും ചരിത്രത്തിൽ ആദ്യമായി $90.13 ഈ വർഷം മാത്രം ഏകദേശം 20% വളർച്ചയും രേഖപ്പെടുത്തി. ഇതോടെ 2026 വാർഷിക വളർച്ചാ ലക്ഷ്യവും കമ്പനി ഉയർത്തിയിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴും ബാക്കിയാകുന്ന ചോദ്യമുണ്ട്: ഹൈഡ്രേഷൻ ബ്രേക്കുകൾ ശരിക്കും താരങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടിയായിരുന്നോ, അതോ ലോകത്തിലെ ഏറ്റവും വലിയ കായികവേദിയെ കൂടുതൽ ലാഭകരമാക്കാനുള്ള ബിസിനസ് തന്ത്രത്തിന്റെ ഭാഗമായിരുന്നോ? ആരാധകർ വിമർശിച്ച ഓരോ ഹൈഡ്രേഷൻ ബ്രേക്കും കൊക്കക്കോളയുടെ അക്കൗണ്ടിലേക്ക് കോടിക്കണക്കിന് ഡോളറുകളുടെ നേട്ടമാണ് സമ്മാനിച്ചതെന്ന് കമ്പനിയുടെ തന്നെ കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട്. സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് മലയാളം.